Hi everyone, Assalamu alaikum. This is Biju Fahima here. Welcome back to another video. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഉണ്ടാക്കുന്ന ഇഡ്ലിൻ്റെ റെസിപ്പിയാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ, പെർഫെക്റ്റ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പൊന്നിയരി, 1 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം മുങ്ങുന്നതിലും കൂടുതൽ വെള്ളം ഒഴിച്ച് 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാം. മിനിമം 4 മണിക്കൂറെങ്കിലും ഇത് കുതിർത്ത് വെക്കണം. ഇൻ കേസ് 4 മണിക്കൂർ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അരക്കാൻ പോസിബിൾ അല്ലെങ്കിൽ 4 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ മതി. അരച്ചെടുക്കാൻ പോകുമ്പോൾ 1 കപ്പ് ചോറ് ഈ കുതിർത്തതിലേക്ക് ചേർക്കണം. ഇവിടെ എല്ലാ മെഷർമെൻറ്റും ഒരേ സെയിം കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ് പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് മമ്മി ഇത് അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിലാണ്. ഇഡ്ഡലി എപ്പോഴും നല്ല ഫ്ലഫി ആയി കിട്ടണമെങ്കിൽ അരച്ചെടുക്കുന്ന കൺസിസ്റ്റൻസിയാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു തരി പോലും ഇല്ലാണ്ട് ഫ്രോത്തി ആയിട്ടുമാണ് അരച്ചെടുക്കാൻ. അരച്ചെടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ മിക്സി പ്രിഫർ ചെയ്യുന്നതാണെങ്കിൽ കുറച്ചായിട്ട് ഇട്ട് അരച്ചെടുത്താൽ മതി. മിക്സി പെട്ടെന്ന് ചൂടാവും, അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടാലും മതി. അപ്പം മാവ് കംപ്ലീറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഗ്രൈൻഡർ കഴുകിയെടുത്ത വെള്ളമാണ്. കുറച്ച് സമയം വെച്ചാൽ ഇതുപോലെ ഊറി വരും. അപ്പോൾ ഊറി ഒന്ന് തിക്പാട്ട് ബാറ്റർ ലൂസ് ആക്കണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ബാറ്റർ ഇതുപോലെ നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കണം, എന്നാലേ ഫെർമെൻറ്റേഷൻ കറക്റ്റ് ആവുള്ളൂ. ഈ ടൈം ഉപ്പ് കറക്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യണം, കാരണം ഫെർമെൻ്റ് ആയതിനു ശേഷം ബാറ്റർ ഒരിക്കലും കംപ്ലീറ്റ് മിക്സ് ചെയ്യരുത്. അങ്ങനെ മിക്സ് ചെയ്താൽ ബാറ്ററിൻ്റെ ഫ്ലഫിനെസ് നഷ്ടപ്പെടും. എന്നിട്ട് ഈ ബാറ്റർ ഓവർനൈറ്റ് ഫെർമെൻറ്റേഷന് വേണ്ടി വെച്ച് രാവിലെയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാറ്റർ നന്നായിട്ട് പൊങ്ങി ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട്. ബാറ്റർ എടുക്കുമ്പോൾ ഇതുപോലെ മേലേന്ന് മാത്രം എടുക്കണം, കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യാനേ പാടില്ല. എല്ലാ സ്പേസും ഫില്ല് ചെയ്ത് സ്റ്റീമറിലേക്ക് വെച്ച് 7 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. 7 മിനിറ്റിന് ശേഷം തുറന്ന് ഇതുപോലെ കുത്തി നോക്കിയിട്ട് കൺഫേം ചെയ്യാം കറക്റ്റ് കുക്കായിനോ എന്ന്. അപ്പോൾ ആവി പറക്കുന്ന നല്ല പൂപോലെയുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇതിൻ്റെ സൈഡായിട്ട് സെർവ് ചെയ്ത് ഡിഫറെൻറ്റ് ചട്നി, സാമ്പാറും മുളകാപ്പൊടിഞ്ഞുള്ള റെസിപ്പി ആണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്താൽ മതി. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസിൽ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ കീപ് വാച്ചിങ്. ബൈ.